എന്താണ് തെളിഞ്ഞില്ലേ? ആരോട് പറയാൻ? കണ്ട എന്തിനെ കാണിക്കാൻ? എങ്ങനുണ്ട്? സന്തോഷമായ? സത്യം പറഞ്ഞാ ഇത് ഞാൻ ഇന്നലെ അവിടെ ഓഫീസിൽ വാങ്ങി വെച്ചതാ. ആ വരുമ്പോ എടുക്കാൻ മറന്നുപോയി. എങ്ങാനും ഇത് എടുക്കാൻ മറന്നു നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ അന്നേരം എന്നെ ഓടിക്കൂലേ? ഉച്ചക്ക് വന്നപ്പോ അത് മറന്നുപോയി. കള്ളം പറയരുത്. അതെ, നിന്റെ ഏതെങ്കിലും ഒരു ആവശ്യം ഞാൻ ഇന്ന് വരെ സാധിച്ചു തരാതിരുന്നുണ്ടോ? സാധിച്ചൊക്കെ തരും, പക്ഷെ ഇതുവരെ വഴക്കുണ്ടാക്കി കഴിയുമ്പോഴേ സാധിച്ചു തരുള്ളൂ. ഇത്രേ ഉള്ളു കാര്യം. പിന്നെ എന്താ കുട്ടി ഇത്? കണ്ണ് മൂക്കൊന്നിട്ട് സമ്മാനം എന്താണ്? ചേടാ ഞാൻ അമ്മയെ കാണിക്കട്ടെ. നീ കാശില്ല പറഞ്ഞിട്ട് ഇത് എവിടെ ഒപ്പിച്ച്? അത് എന്റെ പൊന്നമ്മാവ, ആരും ഇല്ലാത്തവർക്ക് ദൈവം നുണയുണ്ടാവും. എന്തൊരു വൃത്തികെട്ടവനാണ് അവൻ. പരിസരവും ഇല്ല, ബോധവും ഇല്ല. ആണുങ്ങളുടെ മീശയുടെ വില കളയാനായിട്ട് ഒരു അച്ചിക്ക് വന്നാൽ ഇങ്ങനെയുണ്ട് ആണുങ്ങൾ. നിന്റെ ആങ്ങളെ എടുത്ത് നല്ലടിയ എന്തൊരു എങ്കോന്നാണോ? ചേട്ടാ പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പേ അവക്ക് മേടിച്ചോണ്ട് കൊടുത്ത് നെക്ലച്ച് കൊടുത്തോ? ആണം വേണ്ടേ ആണുങ്ങളായ. എന്നിട്ട് പുറത്തുനിന്ന് തോന്നിയാസവും. നമ്മളേ സാധാരണ മനുഷ്യരല്ല, ക്ലീറ്റോയുടെ കാര്യം പറയണേ. ഒരു നേരം ഒരു കാര്യം പറയും, 5 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് തിരുത്തി പറയും. ഇതുവരെ നിലപാടിലെത്താൻ പറ്റിയിട്ടില്ലേ? നിലപാടില്ലാത്തത് നിന്റെ ആങ്ങളയ്ക്കാ. അവൻ എന്തുവാടി കുറച്ചു മുമ്പേ പറഞ്ഞത്? ഇത് വാങ്ങാൻ നിവർത്തിയില്ല, പൈസ ഇല്ല, പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ദേ 50,000 രൂപ മറിച്ച് സാധനം മേടിച്ചോണ്ട് കൊടുത്തേക്കോ. നാണം കെട്ടവൻ, വെറും വൃത്തികെട്ടവൻ. അതും വെറും നിസാര ഒരു വേണ്ടിട്ടേ. ആ പെങ്കൊച്ച് അവന് ഇത് കൊടുത്തതും വെളിയിൽ നിന്നുകൊണ്ട് അവനൊരു കൊടുത്തു. പരിസരമെങ്കിലും നോക്കണ്ടേ? ബോധമില്ലാത്ത വൃത്തികെട്ട ജന്തുക്കളെ. ആണുങ്ങളെ വില കളയേ ഉള്ളൂ ഇവൻ. ചേട്ടന്ന് എന്താ നിന്റെ ഉദ്ദേശം? നിനക്കിപ്പം ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? വേറെ ഒന്നിനുമല്ല, നിങ്ങളുടെ ഈ അലുക്കുലത്ത് സ്വഭാവം ഉണ്ടല്ലോ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കിടക്കുന്ന സ്വഭാവം, അതൊക്കെ മാറ്റി ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ദൈവടി കസേരയിൽ ഇരുന്ന് തരാൻ വേണ്ടിട്ടാ. അതൊന്നും ക്ലീറ്റായ കെട്ടൂല. നീ അങ്ങനെ വിചാരിക്കാൻ വേണ്ട. അങ്ങനെ നീ പറയുന്നിടത്ത് ഇരിക്കുകയും നീ പറയണ പോലെ അനുസരിക്കുകയൊക്കെ ചെയ്യുന്നു. അതിന് വേറെ ആളെ നോക്ക് നീ. അത് തന്നെ. ഈ നെക്ലസ് എടുത്തിട്ടേ പുറത്തന്നെ കിടക്കണല്ലേ, കുറച്ചും കൂടി ഇറക്കത്തിൽ കിട്ടണം, നല്ല ആൾക്കാരെ കാണുള്ളൂ. ഇവിടെ എനിക്ക് ഈ സാരിയുടെ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം. എവിടെ? ഹലോ കനക, നീ എവിടെയാണ്? ഞാനിവിടെ ടൗണിലാടോ. ഞാനും ജമന്തി ഇവിടെ ടൗണിൽ നിൽക്കുക. എടാ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. നിനക്ക് പ്രശ്നമുണ്ടെന്നല്ലേ എനിക്കിവിടെ പ്രശ്നമുണ്ടെന്ന്. നിനക്ക് പ്രശ്നോ? ആ, അതെന്താ നിനക്ക് പ്രശ്നം? എടാ ഞാൻ തന്ന നെക്ലസ് ഇല്ലേ, നീ ഒന്ന് അത്യാവശ്യമായിട്ട് എനിക്ക് തിരിച്ചുകൊണ്ടെന്നതാ. എന്ത് നെക്ലസ്? നെക്ലസ് ഒന്ന് എനിക്ക് കൊണ്ടുവന്ന് താന്ന്, ഇവിടെ ആകെ പ്രശ്നമായിട്ടിരിക്കണത്. എന്താണ് ഈ പറയണത്? എന്റെ പാസിലെ കനക, അവളുടെ മൂത്താപ്പാടെ മോളുടെ കല്യാണമാണ് നാളെ. രാവിലെ പോകാൻ വേണ്ടിട്ട് ഈ സാധനം ഇവിടെ അന്വേഷിച്ചിട്ട് യുദ്ധം തുടങ്ങിയൊക്കെയാണ്. എന്റെ മൂത്താപ്പാന്റെ 16 അടിയന്തരം അത് ഇട്ടോണ്ടാണ് ഈ ടൗണിൽ നടക്കണമെന്ന്. കനക, എനിക്കത് പറയാൻ പറ്റൂല. ഉമ്മ കട്ടെടുത്തെന്നും പറഞ്ഞിട്ട് അവള് ഇവിടെ പ്രശ്നം തുടങ്ങിയൊക്കെയാണ്. ചിലപ്പോ പോലീസ് വരെ വരൂടാ. എടാ ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞതല്ലേ നീ? കനക, ഞാൻ കരുതി ഇവിടെ ആവശ്യമില്ലാതിരിക്കണ ഒരു സാധനമാണ് ഈ വധൂര്. ഇപ്പൊ തന്നെ ഇത് നോക്കൂന്ന് ഞാൻ അറിഞ്ഞ. ഞാൻ എന്റെ ഒരു മനസ്സുകൊണ്ട് നിനക്ക് തന്നതല്ലേ. ഇപ്പൊ എന്റെ കുടുംബം കലങ്ങും, നീ അതൊന്ന് കൊണ്ടുവന്നതാ എങ്ങനെയെങ്കിലും. എവിടെയാണ് നീ?
ആ ശരി ശരി ഞാൻ നോക്കട്ടെ നോക്കട്ടെ. എവിടെ നിക്കാണ് നീ ഇപ്പൊ? ഞാൻ അങ്ങോട്ട് വരട്ടെ. എടാ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ടൗണിൽ നിന്ന് ഊരി തരാൻ പറ്റും? എടാ വധൂരിനൊന്ന് ഉന്തിത്തള്ളി വീട്ടിൽ കൊണ്ടോട്ടെ, അതൊന്ന് അയച്ചു മേടിച്ചതാ, അല്ലെ എനിക്കിവിടെ ആകെ പ്രശ്നമാവും. തരുവായിപ്പാ? ഞാൻ നോക്കട്ടെ 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 എന്നല്ല, സാധനം വേണോന്ന്. അതന്നെയാണ് പറയണത്, നോക്കട്ടെ എന്ന്. കനകത നീ കളിക്കല്ലേ, നീ കട്ട് ചെയ്താ. ബ്ലൗസ് പീസ് കാണുവേ. അതെ ഇതെന്താ കൊടുത്തില്ലേ? ആ കൊടുത്തോ? എന്നാ വേഗം കൊടുക്ക് വേഗം കൊടുക്ക്. ആ ഇതെന്താ ഇത്ര ധൃതി? പോണ്ടേ വേഗം പോണം. വേഗം പോണോ? എവിടെ പോണം? വീട്ടിൽ പോണ്ടേ? വീട്ടിലേക്കാ? ആ കൊടുത്തതല്ലേ. കഴിച്ചു വെച്ചാ മതി. അളവിടെ ഉണ്ടല്ലോ. ശരി ട്ടാ. വാ വാ പോ പോ പോ. എന്താ ഇത്ര ഓട്ടം? ആ എന്റെ സാരി തന്നെയൊന്ന് പൊക്കി പിടി പൊക്കി പിടി. വേഗം വന്നേ വേഗം വന്നേ. നനഞ്ഞേട്ടാ. എന്റെ സാരിയൊക്കെ ചീത്തയായിട്ടുണ്ടാവും. തൊണ്ട മുഴുവൻ നനഞ്ഞ്. അതെ നീ നോക്കേ നോക്ക് നോക്ക്. ഈ സാധനം എത്രയും പെട്ടെന്ന് മറ്റേ പെട്ടിയില്ലേ, ആ പെട്ടിയിൽ ഊരി വെച്ചിട്ട് നമ്മുടെ അലമാരിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കി കേട്ടാ. പോയിട്ടാടുന്ന് ഇന്ന് തന്നെ ഇപ്പൊ ഊരി വെക്കാൻ പോലെ. ഇതേ അടുത്തുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അവര് വല്ല ഫംഗ്ഷന് പോകുമ്പോ ചോദിക്കും. ചോദിച്ചാ ഇപ്പൊ ഞാൻ കൊടുക്കും. പോടുന്നു ഞാൻ ഊരൊന്നുമില്ല. മുഴുവൻ നനഞ്ഞേട്ടാ. ഊരി വെച്ചു. ക്ലാസ്സിലെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ ഇങ്ങനെ കൂടെ കൂടെ വിളിക്കുന്നതിന്. ആ ശരി നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ഓക്കെ കട്ട് ചെയ്തോ കട്ട് ചെയ്തോ. ഇവര് എന്തിന്റെ കേടാണ്. ഹലോ സാധനം കിട്ടിയാ? ഇല്ലടാ ഇല്ല, നമ്മള് കഴുത്തിലിട്ടോട്ട് നടക്കാണ്. ഇവളിതെന്താണ് ഇതും കഴുത്തിലിട്ടുണ്ട് നടക്കുന്നത്? നീ ഒന്ന് എങ്ങനെയെങ്കിലും അത് ഊരി മേടിച്ചിട്ടൊന്ന് കൊണ്ടുവന്ന് തന്നെ. എടാ എങ്ങനെ ഊരി വാങ്ങിക്കാതെ കഴുത്തുനിന്ന് പറിച്ചിട്ട് ഓടാൻ പറ്റുമോ? കനക എനിക്കിതില്ലാതെ ഇത് വീട്ടിൽ കയറാൻ പറ്റൂലെന്ന്. ഞാൻ 3-4 മണിക്കൂറായി ഇതും പറഞ്ഞ് നടക്കണ പുറത്ത്. അതെ ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരമായി അവളുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ഞാനുള്ളത് ബെഡ്റൂമിലാണ്. ബെഡ്റൂമിൽ എന്ത് റൂമില്? എടാ നെക്ലസ് കട്ടുണ്ടോയോ? എന്റെ കയ്യും കാലം തളർന്നു പോകാൻ പറഞ്ഞിട്ട് ഭീമാപ്പള്ളിയിൽ നേർച്ചിടാൻ പോയൊക്കെയാണ് രണ്ടും കൂടി. എന്റെ കയ്യും കാലം തളർന്നു. അതിനു മുമ്പ് അത് കൊണ്ടുപോയി വെക്കട്ടെ. അതെ നിനക്കിപ്പോൾ രാവിലെ സാധനം വേണ്ടു. രാവിലേക്ക് ഞാൻ സാധനം തരും. രാവിലെ അല്ലെന്ന്, എനിക്ക് രാത്രി തന്നെ അവള് കാണാതെ കൊണ്ടുപോയി വെക്കണോന്ന്. നീ ഇപ്പോൾ എവിടെ? വീട്ടിൽ നിന്ന് പോന്നോ? ഞാൻ നിന്റെ വീടിന്റെ വാതിക്ക് നിൽക്കാണ്. പോന്നാ ഞാൻ അങ്ങോട്ട് വരണ? വേണ്ട വേണ്ട, നീ അവിടെ വെയിറ്റ് ചെയ്യ്. എന്നാ വേഗം എടുത്തോണ്ട് വാ. ആ ശരി ശരി. എന്തൊരു അതെ അവള് വരുന്നുണ്ട്. വെച്ചോ 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 വെച്ചോ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. ജമന്തി ആ സാധനം എന്താ ഊരി വെക്കാത്തത്? ഇത് ഊരി വെച്ചേ. അതാ ഊരിട്ടാ പെട്ടിയിൽ വെക്ക്. എന്താ ഇത്? ഞാൻ എന്തോരം ആഗ്രഹിച്ച് മേടിച്ചതാ. അതെ അത് ഇവിടെ കുത്തി തറയ്ക്കുന്നത്. ഇല്ല കുത്തി തറച്ച കുഴപ്പമില്ല. എന്റെ ഏട്ടൻ വാങ്ങി തന്നാലേ എനിക്കിഷ്ടം. അതെ ഇത് അധികം നേരം ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കണ്ടെന്ന് അടുത്തുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഒന്ന് കടം ചോദിക്കാൻ നിൽക്കും. അവരൊക്കെ കാണണം, പ്രത്യേകിച്ച് തങ്ക. എന്നിട്ട് എന്നോട് ചോദിക്കണം. അയ്യേ അതൊക്കെ മോശല്ലേ? ഒരു മോശമില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇപ്പൊ മോഹം മാറിയില്ലേ? ഇനി അത് എടുത്തു വെക്കാം. എന്റെ മോഹം മാറിയിട്ടില്ല. ഒരു 2-3 ദിവസമെങ്കിലും ഞാൻ ഇത് ഇട്ടുകൊണ്ട് നടക്കും. എന്റെ ഏട്ടൻ മേടിച്ചു തന്നല്ലേ. എത്ര നോളായി ഞാൻ പറഞ്ഞിട്ട് മേടിച്ചു തന്നാ എനിക്ക്. പിന്നെ നോക്ക് നോക്ക്. എന്താണ്? ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരും. നീ ഇപ്പൊ ഒരു ആഗ്രഹം പറഞ്ഞ് ഞാൻ സാധിച്ചു തന്നില്ലേ? ഇതല്ല. എന്താണ് പറയട്ടെ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഏട്ടൻ തന്ന ഗിഫ്റ്റ് അല്ലേ ഇത്? നീ എന്താ പറയുന്നത് വെച്ചത് പറ. ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന? വെറും കഥയില്ല. ഏട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നത്, പിന്നെ ഏട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, പിന്നെ കല്യാണത്തിന് മുമ്പ് കുറേ നാളുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഏട്ടൻ അപ്പുറത്തെ ലാൻഡ് ഫോണിലേക്ക് ഫോൺ വിളിക്കുന്നത്. ഓ അത് നോക്കി ഞാൻ എന്തോരം നിന്നിട്ടുണ്ട് ഏട്ടാ. ഏട്ടൻ വിളിക്കില്ല പറഞ്ഞ സമയത്ത് ഒന്നും. അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. പിന്നെ ഇനിയിപ്പോ എന്തിനാ പറയണത്? മനസ്സിലുള്ള പോലെയാണോ? ഇതൊക്കെ എന്നും ഇങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? എന്റെ വിരല് മുഴുവൻ നീ കുത്തിപ്പൊട്ടിക്കും. കിടക്കാം നമുക്ക്. എന്താട്ടാ? കിടക്കാം, ഉറങ്ങാടി, വേഗം ഉറങ്ങും. ഉറങ്ങണ്ട ഏട്ടാ, ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ. ഹലോ എന്തായി? എന്തായിന്ന്?
ആ നീ എന്താ പൊന്നാരം കളിക്കാണ? ആഹാ എന്തെടുക്കണേടാ നീ അതിന്റെ അകത്ത്? ഓക്കെ 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 എന്ത് ശരി. ഏടാ വധൂരിനെ വല്ല ക്ലോറോഫോം മണത്തിച്ചൊന്ന് കിടത്തിട്ട് ഒന്ന് അഴിച്ചെടുത്തിട്ട് താഴെ ഞാൻ ഈ മഞ്ഞത്ത് നിൽക്കണെന്ന്. അവിടെ തന്നെ നിന്നോ. എവിടെ നിന്നോളാൻ? ഇവിടെ എന്താ പന്തല് കെട്ടിയിട്ടുണ്ടാ നീ? ഓക്കെ ഓക്കെ സാധനം എടുത്തിട്ടുണ്ടാടാ. ശരി ശരി, ഞാൻ വിളിക്കാം. എന്തൊട്ടി പറ അത് ഊരി വെക്കുന്നില്ല, കിടക്കാം. ഊരക്കില്ലേ? ഞാൻ ഏട്ടനോട് പറഞ്ഞ എന്തായിട്ടും കേൾക്കാത്ത. ഇന്നൊരു ദിവസം നമുക്ക് സന്തോഷമുള്ള ദിവസമല്ലേ ഏട്ടാ? നമുക്ക് എന്ന് സന്തോഷല്ലേ? അങ്ങനെയല്ല, ഇന്നെന്ന് പറഞ്ഞാ എന്റെ ഏട്ടനെ എനിക്ക് കിട്ടിയ ദിവസല്ലേ, അപ്പൊ എനിക്ക് സന്തോഷം ഉണ്ടാവില്ലേ? നീ എന്തായി കാണിക്കണ എന്റെ ചമന്തി? ഏട്ടാ കല്യാണം കഴിഞ്ഞാൽ എത്ര 10-13 വർഷമായില്ലേ? ഉവ്വ്. പിന്നെ ഇപ്പോഴാണ് അതല്ലേ ഞാൻ പറയണേ. ഇന്ന് മുഴുവൻ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്റെ ഒരു ആഗ്രഹമല്ലേ. ആനെ പിടിച്ചോണ്ട് വരാനൊന്നും ഞാൻ പറയണില്ലല്ലോ. രാത്രി മുഴുവൻ നമ്മൾ സംസാരിച്ചിരിക്കാൻ പറ്റില്ല. അതല്ലേ? എന്താ പറ്റില്ല? എന്താ? പുറത്ത് നിറയെ മഞ്ഞല്ലേ? പുറത്തല്ലേ മഞ്ഞ? നമ്മള് വീടിന്റെ അകത്തല്ലേ? മഞ്ഞ് കൂടി കൂടി വരുമ്പോ ഒക്കെ ഇങ്ങ് വരും. എന്തെന്ന് വരും? പിന്നെ അസുഖം പിടിക്കും. ഒരസുഖമില്ല. എന്തിനാട്ടാ ഇത്? ഹലോ, മണി 10-12 നീ എന്താണ്? നീ കാര്യം പറയടാ, അല്ലെ ഞാൻ അവിടെ വന്ന് വാതിൽ ഞാൻ ചവിട്ടി പൊളിക്കോട്ടാ. എവിടെ നിൽക്കണത്? എവിടെ നിക്കണേന്ന? ഞാൻ ഈ മാവും ചോട്ടിലുണ്ടെന്ന്, ഈ തൊട്ടടുത്ത്. അവിടെ തന്നെ നിന്നോ. എന്തെടുക്കാണ് നീ? ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ വിളിക്കണ്ട് കേട്ടാ. ശരി. ആരായിട്ട് ഈ വിളിക്കണേ? ഒരു കള്ളുടിയനാണ്. കള്ളുടിയൻ എന്തിനാ ഇപ്പൊ വിളിക്കണേ? അല്ല, വെറുതെ വിളിക്കായിരിക്കും. ആ ഫോൺ ഇങ്ങനെ എടുത്ത് ഞാൻ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് KCB എപ്പോഴും വിളി വരൂലേ? പിന്നെ KCB രാത്രി വിളിക്കല്ലേ? വിളിക്കും. നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ ആരും വിളിക്കണ്ട. കിടക്കാന്ന് കിടക്കണ്ടോ? എന്തിനാട്ടാ? അയ്യോ ഏട്ടാ, അതാരാ അവിടെ ഇന്ന് കൂണേ? ആരാണോ വല്ല കള്ളുടിയന്മാരോ? അതിന് ഏട്ടൻ തിരിച്ചു പോണേ എന്തിനാ? ഇനി അവര് വന്ന് ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കും. അല്ല, പോകണോട് പൊക്കോട്ടെ. ഏട്ടൻ ഇനി അങ്ങോട്ട് നോക്കാൻ പോണ്ട. കിടക്കാം. എന്നെ നോക്കിയിരിക്കും. ഇങ്ങനെ നോക്കിയിരിക്കാം നമുക്ക് രാവിലെ വരെ. നന്നായിരിക്കും. എന്തേ? രാവിലെ വരെ ഇങ്ങനെ നോക്കിയിരുന്നാ നന്നായിരിക്കും. നല്ലതാ. എനിക്ക് ഉറങ്ങിയേ പറ്റൂ. ഭയങ്കര ക്ഷീണം. വർഷത്തെ ഒരു ദിവസമല്ലേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ കിടക്കണല്ലോ, ഏട്ടൻ കിടന്നോ? എനിക്ക് വയ്യാതെ ഭയങ്കര ക്ഷീണം. ഏട്ടൻ കിടക്കണത് ഞാൻ നോക്കിയിരുന്നോളാം. ഒരു കാര്യം ചെയ്യും, വാ കിടക്കും. ഇല്ല, എന്ത് നല്ല കുട്ടിയല്ലേ കിടക്കും. ഞാൻ നോക്കിയിരുന്നോളാം. എന്നാ നോക്കിയിരുന്നോ? നീ എന്നെ കണ്ടിട്ടില്ലല്ലോ. ഏട്ടാ അവിടെ കിടന്നു. ഞാൻ ഇന്ന് ഉറങ്ങില്ല. ഏട്ടാ എണീക്കുമ്പോഴും ഞാൻ രാവിലെ ഇങ്ങനെ ഒറ്റയ്ക്ക് കണ്ണും വീഴ്ചിരിപ്പുണ്ടാവും. പേടിപ്പിക്കല്ലേ? ഇങ്ങനെ കൂവി അവിടെ നിന്ന് ചാവുതിരി ഈ ശശിമോള. ഊരെടുക്കാൻ പറ്റണ്ടേ?
നീ എന്തിനാണ് ഈ നട്ടപ്പാതിക്ക് എന്നിട്ട് കാലക്കോഴി പോകണമാതിരി പോവാൻ നിൽക്കണത്? അത് ശരി. അപ്പൊ എനിക്കായ കുറ്റം. ഞാനൊരു ഉപകാരം ചെയ്ത് 3-4 മണിക്കൂറായി ഞാൻ മഞ്ഞത്ത് നിൽക്കണം. എടാ അവളൊന്നും ഉറങ്ങണ്ടേ? എന്തെടുത്തിരിക്കണെന്ന് മണി 1-1.5 ആയില്ല. എന്നാ കൊണ്ടുപോ. ഇത് തന്നെയല്ലേ? ആ അതന്നെ. ഇത് ഞാൻ ചോദിക്കാതെ എടുത്തോണ്ടാണ് പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു നിൽക്കായിരുന്നു. എടാ ഇനി നാളെ അവള് ഉണരുമ്പോ ഞാൻ എന്ത് പറയും? നീ ഉണരുമ്പോ എന്തെങ്കിലും അവളോട് പറ. ഞാനിത് അവള് കിടക്കണതിന് മുമ്പ് കൊണ്ടുപോയി വെക്കട്ടെ. അത് നാളെ കാണാം. ശരിയേട്ടാ? എന്താണ് എന്താ മാല കാണാനില്ലേ? അങ്ങനെയാണ് ഇവിടെ നീ നോക്കുന്നത്. ഞാൻ എന്താണ് ഈ പറയുന്നത് അമ്മാവ? ആവശ്യപ്പെട്ട ഒരു സാധനം കൊടുത്തോണ്ട് സൂക്ഷിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ നീ മാലട്ടോണ്ടല്ലേ ഇവിടെ വന്ന് കിടന്നത്? പിന്നെ കാര്യം നീ കുളിക്കാനും ബാത്റൂമിൽ പോകുമ്പോ ഞാൻ ഊരിച്ചോ? അതെ 1-2 ഉറുപ്പിയുടെ മുതലല്ലട്ടാ, 19,000 രൂപയുടെ സാധനമാണ്. എവിടെ വെച്ചാ കണ്ടുപിടിച്ചോ? ബാത്റൂമിലെങ്ങാനും ഉണ്ടോ നോക്കാൻ. അതെ നീ മറ്റേ കുളിക്കാനോ അല്ലെങ്കിൽ കുളിക്കാൻ പോയിട്ടപ്പോ ഇല്ല, പക്ഷെ രാത്രി എഴുന്നേറ്റ് ബാത്റൂമിലെങ്ങാനും പോയാ? ഇല്ലാന്ന് പറഞ്ഞ കാര്യം പോയി നോക്ക്. ചിലപ്പോ ഞാൻ അവിടെ പോയി വന്നിട്ട് പിന്നെ ഇതിട്ടോണ്ട് ഉറങ്ങിയിട്ട് പിന്നെ ഇപ്പോഴല്ലേ എണീറ്റത്. പോയി നോക്കണേ, അവിടെ കാണില്ല. നോക്ക് ചേച്ചി, അടുക്കളയിലെ കണ്ടോ നോക്ക്. എന്നാലും ഓടും പൊളിച്ചിട്ടില്ല, ജനലും കുത്തി തുറന്നിട്ടില്ല, വാതിലും പൊളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഈ കള്ളനകത്ത് കിടന്നു? എന്റെ പൊന്നമ്മാവ, പണ്ടത്തെ പോലെയൊന്നല്ല, എല്ലാവരും പഠിച്ച കള്ളന്മാരാ. എന്നാലും ഇതിപ്പോ എവിടെ പോയത്? നോക്കാം, നമുക്ക് തെരഞ്ഞോക്ക്. ഇവിടെ സാധനം എവിടുന്നാ കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചില്ലെങ്കിൽ സ്വഭാവം നീ മനസ്സിലാക്കുക കേട്ടാ. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് സാധനം സൂക്ഷിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? Alien versus Alien.